ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ടത്തിലുള്ള പരസ്യ പ്രചാരണത്തിന് കലാശക്കൊട്ട്. 10 സംസ്ഥാനങ്ങളിലെ 93 മണ്ഡലവും ദാദ്ര നഗർ ഹവേലിയും ദാമൻ ദിയുവും നാളെ ബൂത്തിലേക്ക്. 5ാം ഘട്ട തിരഞ്ഞെടുപ്പ് നടക്കുന്ന 49 മണ്ഡലങ്ങളിൽ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ 7ാമത്തെയും അവസാനത്തെയും തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം നാളെ പുറത്തിറങ്ങും. കേരളത്തിൽ ഇന്ന് ചൂട് കൂടുമെന്ന് മുന്നറിയിപ്പ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ കാരണമായി അതിതീവ്ര തിരമാലകൾക്കും സാധ്യത. കോഴിക്കോട് തീരത്തിനടുത്ത് നിന്ന് ഇറാനിയൻ ബോട്ട് തീരസംരക്ഷണ സേന കസ്റ്റഡിയിലെടുത്തു. IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയൻസിനെ തോൽപ്പിച്ച് കൊൽക്കത്ത പോയിന്റ് പട്ടികയിൽ ഒന്നാമതെത്തി. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ടത്തിനായുള്ള പരസ്യ പ്രചാരണം അവസാനിച്ചു. 10 സംസ്ഥാനങ്ങളിലെ 93 മണ്ഡലങ്ങളിലും കേന്ദ്രഭരണ പ്രദേശമായ ദാദ്ര നഗർ ഹവേലിയിലും ദാമൻ ദിയുവിലും മൂന്നാം ഘട്ടമായി നാളെയാണ് വോട്ടെടുപ്പ്. കർണാടകയിലെ അവശേഷിക്കുന്ന 14 സീറ്റുകൾക്കൊപ്പം മഹാരാഷ്ട്രയിലെ 11, ഉത്തർപ്രദേശിലെ 10, മധ്യപ്രദേശിലെ 8, ഛത്തീസ്ഗഡിലെ 7 സീറ്റുകളിലേക്കും നാളെ വോട്ടെടുപ്പ് നടക്കും. വിശദാംശങ്ങളിലേക്ക്. തിരക്കിട്ട പരിപാടികളുമായാണ് രാഷ്ട്രീയ പാർട്ടികൾ മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന ദിനമായ ഇന്നലെ രംഗത്തിറങ്ങിയത്. പ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ നരേന്ദ്രമോദി ഇന്നലെ അയോധ്യയിൽ മെഗാ റോഡ് ഷോ നടത്തി. സുഗ്രീവ് കിലയിൽ നിന്നും റോഡ് ഷോ ആരംഭിക്കുന്നതിന് മുൻപ് അദ്ദേഹം രാംലല്ലയിൽ ദർശനം നടത്തി. അയോധ്യയിൽ BJPക്കായി നിലവിലെ MP ലല്ലു സിംഗും സമാജ്വാദി പാർട്ടിക്കായി മുതിർന്ന നേതാവ് അവധേഷ് പ്രസാദുമാണ് മത്സരിക്കുന്നത്. ഉത്തർപ്രദേശിലെ ഇറ്റാവയിലും സീതാപൂരിലും ഇന്നലെ നടന്ന പൊതുയോഗങ്ങളിൽ നരേന്ദ്രമോദി സമാജ്വാദി പാർട്ടിക്കും കോൺഗ്രസിനുമെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചു. മുതിർന്ന BJP നേതാവും ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിയുമായ പുഷ്കർ സിംഗ് ധാമിയും UPയിൽ പ്രചാരണത്തിലുണ്ട്. സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് ഇന്നലെ ആഗ്ര ജില്ലയിൽ തിരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്തു. ഉത്തർപ്രദേശിന്റെ ചുമതലയുള്ള കോൺഗ്രസ് നേതാവ് അവിനാഷ് പാണ്ഡെയും പ്രചാരണ രംഗത്ത് ഉണ്ട്. മുതിർന്ന BJP നേതാവും കേന്ദ്രമന്ത്രിയുമായ അമിത്ഷായും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും തെലങ്കാനയിൽ പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. പ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ നരേന്ദ്രമോദി ഒഡീഷയിൽ വിവിധ തെരഞ്ഞെടുപ്പ് പരിപാടികളിൽ ഇന്ന് പങ്കെടുക്കും. ഗഞ്ചം ജില്ലയിലെ കനിഷിയിലും നബരംഗ്പൂർ ജില്ലയിലും നടക്കുന്ന പൊതുയോഗങ്ങളിൽ പ്രസംഗിക്കും. അദ്ദേഹം ഇന്നലെ ഭുവനേശ്വറിൽ എത്തി. ഈ മാസം 13-ന് 4ാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. ആന്ധ്രാപ്രദേശ്, തെലങ്കാന, ബീഹാർ, മധ്യപ്രദേശ് തുടങ്ങിയ 9 സംസ്ഥാനങ്ങളിലെയും ഒരു കേന്ദ്രഭരണ പ്രദേശത്തെയും ഉൾപ്പെടെ 96 മണ്ഡലങ്ങളിലാണ് 4ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുക. 5ാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ശനിയാഴ്ച നടന്നു. ബീഹാർ, ഝാർഖണ്ഡ്, മഹാരാഷ്ട്ര, ഒഡീഷ, ഉത്തർപ്രദേശ്, പശ്ചിമബംഗാൾ, ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിലെ 49 മണ്ഡലങ്ങളാണ് 5ാം ഘട്ടത്തിൽ വിധിയെഴുതുന്നത്. ഈ മാസം 20-നാണ് 5ാം ഘട്ട വോട്ടെടുപ്പ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 7ാമത്തെയും അവസാനത്തെയും ഘട്ട തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം നാളെ പുറപ്പെടുവിക്കും. 7 സംസ്ഥാനങ്ങളിലെയും ഒരു കേന്ദ്രഭരണ പ്രദേശത്തെയും 57 ലോക്സഭാ സീറ്റുകളിലേക്കാണ് ഈ ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. ഉത്തർപ്രദേശിലും പഞ്ചാബിലും 13 സീറ്റുകളിൽ വീതവും, പശ്ചിമബംഗാളിൽ 9 സീറ്റുകളിലും, ബീഹാറിൽ 8 സീറ്റുകളിലും, ഒഡീഷയിൽ 6 സീറ്റുകളിലും, ഹിമാചൽ പ്രദേശിൽ 4 സീറ്റുകളിലും, ഝാർഖണ്ഡിലെ 3 സീറ്റുകളിലും, കേന്ദ്രഭരണ പ്രദേശമായ ചണ്ഡിഗഡിലെ 1 സീറ്റിലുമാണ് ഈ ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. ഈ മാസം 14 വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. 7ാം ഘട്ട വോട്ടെടുപ്പ് ജൂൺ 1-ന് നടക്കും. ഒഡീഷ നിയമസഭാ തെരഞ്ഞെടുപ്പിനായുള്ള പ്രകടന പത്രിക BJP പുറത്തിറക്കി. അടുത്ത 5 വർഷത്തിനുള്ളിൽ ക്വിന്റലിന് 3100 രൂപ നിരക്കിൽ നെല്ല് സംഭരിക്കുമെന്നും 100% കൃഷിയിടങ്ങളിലും ജലസേചനം ഉറപ്പാക്കുമെന്നും പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്യുന്നു. BJP അധ്യക്ഷൻ JP നദ്ദയാണ് ഇന്നലെ പ്രകടന പത്രിക പുറത്തിറക്കിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം ഈ മാസം 13 മുതൽ 4 ഘട്ടമായാണ് ഒഡീഷയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. യുവ വോട്ടർമാർക്കുള്ള ബോധവൽക്കരണ പരിപാടിയായ സ്വീപിന്റെ പ്രവർത്തനങ്ങളിലൂടെ ഡൽഹിയിലുടനീളമുള്ള യുവ വോട്ടർമാരുടെ രജിസ്ട്രേഷനിൽ വർധനയുണ്ടായതായി ഡൽഹിയിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ P. കൃഷ്ണമൂർത്തി പറഞ്ഞു. ഡൽഹിയിൽ ആദ്യമായി വോട്ട് ചെയ്യുന്നവരുടെ എണ്ണം 1,47,000-ൽ നിന്ന് 2,43,000-ലെത്തിയെന്നും അദ്ദേഹം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം.
രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ഹിമാചൽ പ്രദേശിലെ ധരംശാല കേന്ദ്ര സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും. നാളെ ഷിംലയിലെ ചരിത്രപ്രസിദ്ധമായ ഗെയ്റ്റി തിയേറ്ററിൽ നടക്കുന്ന സാംസ്കാരിക പരിപാടിയിലും രാഷ്ട്രപതി പങ്കെടുക്കും. ഇന്ത്യയ്ക്കും ശ്രീലങ്കയ്ക്കും ഇടയിലുള്ള പാസഞ്ചർ ഫെറി സർവീസ് ഈ മാസം 13-ന് പുനരാരംഭിക്കും. നാഗപട്ടണത്തെയും ജാഫ്നയ്ക്കടുത്തുള്ള കാങ്കസന്തുറയെയും ബന്ധിപ്പിച്ചാണ് ഫെറി സർവീസ്. ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് ഫെറി സർവീസ് ആരംഭിച്ചത്. ജമ്മു കാശ്മീരിലെ ഷോപ്പിയൻ ജില്ലയിൽ സുരക്ഷാ സേനയ്ക്കൊപ്പം പോലീസ് നടത്തിയ തിരച്ചിലിൽ 2 ഭീകരർ അറസ്റ്റിലായി. സുരക്ഷാ സേനയ്ക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് തിരച്ചിൽ നടത്തിയത്. പിസ്റ്റൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങളും വെടിക്കോപ്പുകളും ഗ്രനേഡുകളും ഇവരിൽ നിന്ന് കണ്ടെടുത്തു. IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ജയം. ഇന്നലെ നടന്ന മത്സരത്തിൽ ലക്നൌ സൂപ്പർ ജയൻസിനെ 98 റൺസിനാണ് അവർ പരാജയപ്പെടുത്തിയത്. ഈ വിജയത്തോടെ 16 പോയിന്റുമായി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പോയിന്റ് പട്ടികയിൽ 1-ാം സ്ഥാനത്താണ്. ഇന്നലെ നടന്ന മറ്റൊരു മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് പഞ്ചാബ് കിങ്സിനെ പരാജയപ്പെടുത്തി. ഇന്ന് മുംബൈ ഇന്ത്യൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഈ വർഷം ഒടുവിൽ ബംഗ്ലാദേശിൽ നടക്കുന്ന വനിതകളുടെ 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യയും പാകിസ്ഥാനും എ ഗ്രൂപ്പിൽ മത്സരിക്കും. നിലവിലെ ജേതാക്കളായ ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് എന്നീ ടീമുകളും ഇതേ ഗ്രൂപ്പിലുണ്ട്. ഒക്ടോബർ 3 മുതൽ 20 വരെ ബംഗ്ലാദേശിലാണ് മത്സരം. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ഇന്ന് വൈകിട്ട് 3:30 വരെ അതിതീവ്ര തിരമാലകൾക്കും സാധ്യത. കടലാക്രമണ സാധ്യതയുള്ളതിനാൽ ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കേരളത്തിലെ വിവിധ ജില്ലകളിൽ താപനില സാധാരണയേക്കാൾ 4 ഡിഗ്രി വരെ കൂടാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇതേ തുടർന്ന് വിവിധ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഇന്നലെ സംസ്ഥാനത്ത് ഒരിടത്തും 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ചൂട് രേഖപ്പെടുത്തിയില്ല. പാലക്കാടാണ് ഏറ്റവും ഉയർന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ്. ഈ ആഴ്ച വേനൽ മഴ ശക്തമാകാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. വടക്കൻ ജില്ലകളിൽ ഉൾപ്പെടെ മിന്നലോട് കൂടിയ മഴ ലഭിച്ചേക്കും. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കോഴിക്കോട് വെസ്റ്റ് ഹിൽ ശാന്തിനഗർ പരിസരത്തെ വീടുകളിൽ രാത്രി വെള്ളം കയറി. കൊല്ലത്ത് രാത്രി കടൽക്ഷോഭം ശക്തമായി. വെടിക്കുന്ന് തിരുവാതിര നഗറിൽ ഒരു വീട് പൂർണ്ണമായും കടലെടുത്തു. തിരുവനന്തപുരം പൂന്തുറ മേഖലയിലും കടലാക്രമണം ശക്തമാണ്. നിരവധി വീടുകളിൽ വെള്ളം കയറി. കോഴിക്കോട് തീരത്തിനടുത്ത് ഇറാനിയൻ ബോട്ട് കേന്ദ്ര തീരസംരക്ഷണ സേന കസ്റ്റഡിയിലെടുത്തു. കോഴിക്കോട് തീരത്തു നിന്നും 40 നോട്ടിക്കൽ മൈൽ അകലെ നിന്നാണ് ബോട്ട് പിടിച്ചെടുത്തത്. 6 മത്സ്യത്തൊഴിലാളികൾ ബോട്ടിലുണ്ടായിരുന്നു. ICSE 10ാം ക്ലാസ്, ISE 12ാം ക്ലാസ് പരീക്ഷകളുടെ ഫലം ഇന്ന് 11 മണിക്ക് പ്രഖ്യാപിക്കും. CISCE.org അല്ലെങ്കിൽ results.cisce.org വെബ്സൈറ്റുകളിൽ യുണീക്ക് ഐഡിയും ഇൻഡെക്സ് നമ്പറും നൽകി ഫലം അറിയാം. ഡിജി ലോക്കർ പോർട്ടൽ വഴിയും ഫലം അറിയാം. ഉപരിപഠന യോഗ്യത ലഭിക്കാത്തവർക്കുള്ള കമ്പാർട്ട്മെന്റ് പരീക്ഷ ഇക്കൊല്ലം മുതൽ ഇല്ല. പകരം 2 വിഷയങ്ങളിൽ ജൂലൈയിൽ ഇംപ്രൂവ്മെന്റ് പരീക്ഷ എഴുതാം. മെഡിക്കൽ, ദന്തൽ, മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള ദേശീയ പ്രവേശന പരീക്ഷയായ നീറ്റ് ഇന്നലെ നടന്നു. രാജ്യത്തെ 557 നഗരങ്ങളിലും ഇന്ത്യയ്ക്ക് പുറത്തുള്ള 14 നഗരങ്ങളിലുമായി നടന്ന പരീക്ഷയിൽ 24 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് രജിസ്റ്റർ ചെയ്തിരുന്നത്. രാജസ്ഥാനിലെ ഒരു പരീക്ഷാ കേന്ദ്രത്തിൽ തെറ്റായ ചോദ്യപേപ്പർ വിതരണം നടന്നതൊഴിച്ചാൽ രാജ്യത്തുടനീളമുള്ള മറ്റെല്ലാ പരീക്ഷാ കേന്ദ്രങ്ങളിലും പരീക്ഷ സുഗമമായും സമാധാനപരമായും നടന്നതായി NTA അറിയിച്ചു. ഛത്തീസ്ഗഡിലെ ദന്തേവാഡ ജില്ലയിൽ ഇന്നലെ 35 മാവോവാദികൾ കീഴടങ്ങി. പോലീസ് തലയ്ക്ക് വിലയിട്ട 3 പേർ അടക്കമുള്ളവരാണ് കീഴടങ്ങിയത്. ഇവർക്ക് സർക്കാരിന്റെ പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി 25,000 രൂപ വീതം നൽകും. ദന്തേവാഡ പോലീസിന്റെ പ്രത്യേക ക്യാമ്പയിന്റെ ഭാഗമായി ഇതുവരെ 796 മാവോവാദികളാണ് കീഴടങ്ങിയത്. മധ്യപ്രദേശിൽ വോട്ടർ ബോധവൽക്കരണത്തിനായി കാർ റാലി നടന്നു. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അനുപം രാജൻ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. നാളെ നടക്കുന്ന 3ാം ഘട്ട വോട്ടെടുപ്പിൽ എല്ലാവരും വോട്ട് ചെയ്യാൻ അദ്ദേഹം അഭ്യർത്ഥിച്ചു. കോൺഗ്രസിന്റെ ദേശീയ മാധ്യമ കോർഡിനേറ്റർ രാധിക ഹേര പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാജിവെച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 3ാം ഘട്ടത്തിനായുള്ള പരസ്യ പ്രചാരണത്തിന് കലാശക്കൊട്ട്. 10 സംസ്ഥാനങ്ങളിലെ 93 മണ്ഡലവും ദാദ്ര നഗർ ഹവേലിയും ദാമൻ ദിയുവും നാളെ ബൂത്തിലേക്ക്. 5ാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന 49 മണ്ഡലങ്ങളിൽ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 7ാമത്തെയും അവസാനത്തെയും തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം നാളെ പുറത്തിറങ്ങും. കേരളത്തിൽ ഇന്ന് ചൂട് കൂടുമെന്ന് മുന്നറിയിപ്പ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ കാരണമായി അതിതീവ്ര തിരമാലകൾക്കും സാധ്യത. കോഴിക്കോട് തീരത്തിനടുത്ത് നിന്ന് ഇറാനിയൻ ബോട്ട് തീരസംരക്ഷണ സേന കസ്റ്റഡിയിലെടുത്തു. IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയൻസിനെ തോൽപ്പിച്ച് കൊൽക്കത്ത പോയിന്റ് പട്ടികയിൽ 1-ാമതെത്തി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30.